Hi students, in the last class we had discussed about some basic terminologies related to optics like phase, coherence, phase difference, optical path, then reflections in from different types of media, etc. All those were informations which are necessary when you go into an in-depth study in optics. Now we are going to begin. Even that was a part of our first unit, and the name of our first unit is interference by division of wavefront, and I am going to begin that. So let us discuss what is interference. I think all of you are familiar with the phenomenon of interference. You have already learned it in your plus 2 classes. The most famous example for interference that you know is the Young's double slit experiment, where the light coming from two nearby sources S1 and S2 are allowed to superimpose, and on the screen placed at a distance capital D away from the source, you get alternate dark and bright bands. അതായത് സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡാർക്കും ബ്രൈറ്റും ബാൻഡ്സ് കിട്ടുന്നു. എന്താ നമ്മൾ ചെയ്യുന്നത്? രണ്ട് സ്ലിറ്റ് കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് വേവ്സ് പുറത്ത് വരുന്നു, ഈ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു, നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് കിട്ടുന്നു. നമ്മൾ സോഴ്സിൽ I1ഉം I2 ഇൻറ്റൻസിറ്റി ഉള്ള രണ്ട് സോഴ്സുകൾ S1 S2 ആണ് എടുത്തതെങ്കിൽ സം ഓഫ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി ഈസ് I1 + I2. പക്ഷെ സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് എന്താ കിട്ടണത്? നമുക്ക് ബ്രൈറ്റും ഇൻറ്റൻസിറ്റി തീരെ ഇല്ലാത്ത ഡാർക്കും റീജിയൻസാണ് കിട്ടുന്നത്. അതായത് എന്താണ് അവിടെ സംഭവിച്ചത്? എനർജിയുടെ റീഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുകയാണ്. ഈ രണ്ട് സോഴ്സിൽ നിന്ന് ലൈറ്റ് വന്ന് കൂടിച്ചേരുമ്പോൾ സ്ക്രീനിൻ്റെ മുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? എല്ലായിടത്തും ഒരേപോലെ, അല്ലെങ്കിൽ ഇവരുടെ രണ്ടാളുടെയും ഇൻറ്റൻസിറ്റിയുടെ സമ്മ എനിക്ക് സ്ക്രീനിൻ്റെ മുകളിൽ കിട്ടണം, അത് മാത്രമേ കിട്ടാൻ പാടുള്ളൂ, ഒരു യൂണിഫോം ഇല്യൂമിനേഷൻ കിട്ടണം എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ അതല്ല കിട്ടിയത്. നമുക്ക് എന്താ കിട്ടണത്? ഈക്വലി ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ബാൻഡ്സും അതിൻ്റെ ഇടയിൽ തീരെ ബ്രൈറ്റ്നെസ് ഇല്ലാത്ത എക്സ്ട്രീംലി ഡാർക്കായ ഡാർക്ക് ബാൻഡ്സും കൂടി ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? സം കൈൻഡ് ഓഫ് റീമോഡിഫിക്കേഷൻ അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി എനർജി ഹാസ് ടേക്കൺ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻ്റർഫറൻസ് എന്ന ഫിനോമിനെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ദി ഇൻ്റർഫറൻസ് ഈസ് ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു ദി സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് കമ്മിങ് ഫ്രം കൊഹിറൻറ്റ് സോഴ്സസ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് എനർജി റീഡിസ്ട്രിബ്യൂഷൻ നടക്കാനുള്ള കാരണം എന്താണ്? ഈ വേവ്സ് തമ്മിൽ രണ്ട് സോഴ്സ് S1 S2 വന്ന വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് വീണതുകൊണ്ടാണ് എന്ത് പറ്റിയത്? ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി പറ്റിയത്. അപ്പോൾ ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു ദി സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് കമ്മിങ് ഫ്രം. ഇനിയിപ്പോൾ ഈ വേവുകൾക്ക് വല്ല പ്രത്യേകതയും വേണം. അപ്പോൾ ഈ വേവുകൾ വരേണ്ടത് കൊഹിറൻറ്റ് സോഴ്സുകളിൽ നിന്നാവണം, അല്ലെങ്കിൽ ഈ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന വേവ്സ് കൊഹിറൻറ്റ് വേവ്സ് ആവണം. വി ഹാവ് ഓൾറെഡി ലേൺഡ് വാട്ട് ആർ കൊഹിറൻറ്റ് സോഴ്സസ് ഓർ വാട്ട് ആർ കൊഹിറൻറ്റ് വേവ്സ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ്. സോ കൊഹിറൻറ്റ് വേവ്സ് ആർ വേവ്സ് ഹാവിംഗ് ദി സെയിം ഫ്രീക്വൻസി ആൻഡ് മെയിൻറ്റെയിനിങ് എ ഫിക്സഡ് ഫേസ് റിലേഷൻഷിപ്പ്. ഫിക്സഡ് ഫേസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ദേ മസ്റ്റ് ഹാവ് ദി സെയിം ഫേസ് ഓർ ദേ മസ്റ്റ് ഹാവ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ അത്തരം വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻകൊഹിറൻ്റായ സോഴ്സുകളിൽ നിന്ന് വരുന്ന വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യില്ലേ? അതിപ്പോൾ നമ്മുടെ ഒരു സംശയമല്ലേ. എന്തുകൊണ്ടാണ് കൊഹിറൻറ്റ് സോഴ്സസ് എന്ന് വരുന്ന? മറ്റേതും ലൈറ്റാണ്. രണ്ട് സോഴ്സ് നമ്മൾ അടുത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സ് എന്തായാലും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ രണ്ടാളും കൊഹിറൻ്റ് അല്ല, അത് കാരണം ഓവർലാപ്പ് ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ഓവർലാപ്പ് ചെയ്താൽ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടണം. അപ്പോൾ ഇൻകൊഹിറൻറ്റ് സാധനങ്ങൾ സോഴ്സുകൾ അല്ലെങ്കിൽ ഇൻകൊഹിറൻറ്റ് വേവ്സിനെ ഓവർലാപ്പ് ചെയ്യാൻ അനുവദിച്ചാൽ എന്താണ് പ്രശ്നം? on the screen you will not get sustained interference അല്ലെങ്കിൽ visible interference pattern. നമ്മുടെ ബ്രൈറ്റുകളൊന്നും വല്ലാതെ ബ്രൈറ്റ് ആവില്ല, ഡാർക്കുകളൊന്നും എക്സ്ട്രീംലി ഡാർക്ക്
ആവില്ല. അപ്പം എന്താണ്, ഈ ബാൻഡ്സ് ഒന്നും വിസിബിൾ ആയിക്കൊള്ളുന്നില്ല. ഇൻ്റർഫറൻസ് അവിടെ സംഭവിക്കുന്നുണ്ടാവും, പക്ഷേ വിസിബിളായ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതാണ് വിസിബിൾ ആൻഡ് സസ്റ്റെയിൻഡ് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ എന്ത് വേണം? The superimposing waves must come from coherent sources. So I think this is clear to you. Definition വളരെ ക്ലിയർ ആണെന്ന് കരുതണം. ഇനി അടുത്തത് എന്താണ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്? അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു interference is the redistribution of light energy due to the superposition of waves. അപ്പോൾ superposition എന്താണെന്ന് അറിയണം. That means when two or more waves overlap, the resultant displacement at any point at any instant is the vector sum of the displacements due to the individual waves. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് അറിയാം. ഒരുപാട് വേവ്സ് ഒരേ സമയം ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിൽ അവിടെ ഒരു പ്രത്യേക പോയിന്റിലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇൻഡിവിജ്വൽ വേവ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെ വെക്റ്റർ സമ്മായിരിക്കുന്നു. അപ്പം നമുക്ക് ഫിഗറിൽ കാണാം. ഇവിടെ ഫസ്റ്റ് വേവ് y1, രണ്ടാമത്തെ y2. സോ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് y1 പ്ലസ് y2. ഇവിടെ y1, ഇവിടെ നെഗറ്റീവ് y2. സോ y is equal to y1 മൈനസ് y2. അങ്ങനെ. അപ്പോൾ അതാണ് പറഞ്ഞത്. അറ്റ് സർട്ടൻ പോയിന്റ്സ് ഇഫ് ടു വേവ്സ് ആർ ഇൻ ഫേസ്, ഇവിടെ രണ്ട് വേവ്സും ഫേസിലാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ആംപ്ലിറ്റ്യൂഡുകളാണ്ട് ആഡ് ചെയ്യുന്നു. ഇവിടെ രണ്ട് വേവ്സും ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ രണ്ടിനെയും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇഫ് ദ വേവ്സ് ആർ ഇൻ ഫേസ് ദെൻ എ റിസൾട്ടൻറ്റ് ഇസ് ഈക്വൽ ടു A1 പ്ലസ് A2. ഈ രണ്ട് വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ AR ഇസ് ഈക്വൽ ടു 2A. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്താണ്? ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 2A the whole square. അതോ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 4A സ്ക്വയർ. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി I0 ആണ് ഒരു വേവിൻ്റെ. അപ്പോൾ I ഈസ് ഈക്വൽ ടു 4I0 എന്ന് കിട്ടും. അതായത് അവർ രണ്ടാളും സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി സംഭവിക്കുന്നു. എപ്പോൾ വേവ്സ് ഒരേ ഫേസിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ, ഒരേ ഫേസിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതാണ് ഒരു വേവിൻ്റെ ക്രസ്റ്റ് മറ്റേ വേവിൻ്റെ ക്രസ്റ്റുമിലും അതേ വേവിൻ്റെ ട്രഫ് അടുത്ത വേവിൻ്റെ ട്രഫുമിലും വന്ന് വീഴുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണോ? യു ഗെറ്റ് എ ബ്രൈറ്റ് ബാൻഡ് ഓർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. മനസ്സിലായി എന്ന് കരുതണു. അപ്പോൾ ഇഫ് ടു വേവ്സ് ആർ സൂപ്പർ ഇമ്പോസിങ് ഇൻ ദ സെയിം ഫേസ്, ഒരേ ഫേസിലാണ് അവർ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് കിട്ടും നമുക്ക്? യു ഗെറ്റ് എ ബ്രൈറ്റ് ബാൻഡ് ഓർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. On the other hand, at certain points, the waves are out of phase. Waves out of phase ആണെങ്കിലോ the resultant amplitude is equal to A1 minus A2. If A1, A2 ഒക്കെ equal ആണെങ്കിൽ A resultant is equal to 0, IR equal to 0. That is, such points correspond to a dark band or destructive interference take place. അപ്പോൾ ഇനി നമ്മുടെ പണി എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാവണം. അതായത് രണ്ട് സോഴ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്ന് രണ്ടും കൊഹിറൻറ്റ് വേവ്സ് വരികയാണ്. എന്നിട്ട് അവർ സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഈ സ്ക്രീൻ മുഴുവൻ നമുക്ക് ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് P തന്നാൽ, അത് ഇവിടെ ആവാം, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് P തന്നാൽ അവിടെ നിങ്ങൾക്കൊരു ബ്രൈറ്റ് ബാൻഡാണോ കിട്ടുക അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡാണോ കിട്ടുക എന്ന് പറയാൻ പറ്റണം. യു മസ്റ്റ് ബി ഏബിൾ ടു പ്രെഡിക്റ്റ് what band will be present at every point on the screen where you get the interference pattern. അതിനുള്ള വഴി എന്താണ് എന്നാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അതായത് രണ്ട് സോഴ്സുകളുണ്ട്, കൊഹിറൻറ്റ് സോഴ്സസ്. അതിന്ന് കൊഹിറൻറ്റ് വേവ്സ് പുറത്തു വരുന്നു. ഈ കൊഹിറൻറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? യു ഗെറ്റ് alternate dark and bright bands on the screen. അപ്പോൾ ഈ സ്ക്രീനിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരിടത്ത് ഡാർക്ക് കിട്ടി, ഒരിടത്ത് ബ്രൈറ്റ് കിട്ടി, ഡാർക്ക് ബ്രൈറ്റ് അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ സ്ക്രീനിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് P എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിങ്ങൾക്ക് ഡാർക്ക് ബാൻഡാണോ ബ്രൈറ്റ് ബാൻഡാണോ കിട്ടുക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പം നമ്മളത് എങ്ങനെ പറയും എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. ദാറ്റ് ഈസ് വി ഫൈൻഡ് ഔട്ട് ദ കണ്ടീഷൻസ് ഫോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, കൺസിഡർ ടു കൊഹിറൻറ്റ് സോഴ്സസ്. ഈ ഡയഗ്രാണ് പറയുന്നത് S1 and S2. A screen is placed at a distance D from the source. The waves are coming from the two coherent sources will superimpose and we get alternate dark and bright bands on the screen. To determine if a point P on the screen corresponds to a dark or bright point, നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡ്രോ ടു ലൈൻസ്. ഈ സ്ക്രീനിലെ ഏത് പോയിന്റിലാണോ നമുക്ക് ഡാർക്ക്നെസ്സാ ബ്രൈറ്റ്നെസ്സാ കിട്ടുക, ഡാർക്ക് ഫ്രിഞ്ച്
ബ്രൈറ്റ് ഫ്രിഞ്ചാ കിട്ടുക എന്ന് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഇപ്പോൾ പി ഇവിടെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, S1 നിന്ന് പിയിലേക്ക് ഇങ്ങോട്ടൊരു വരാം, S2 നിന്ന് പിയിലേക്ക് ഇങ്ങോട്ട് വരാം. അതായത് രണ്ട് സോഴ്സ് ഒന്നും യു ഡ്രോ 2 ലൈൻസ് ജോയിനിങ് ദ പോയിന്റ് വേർ യു ഹാവ് ടു ഫൈൻഡ് വിച്ച് ബാൻഡ് യു വിൽ ഗെറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഷോർട്ടർ ലൈനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ ഫ്രം ദി ഷോർട്ടർ ലൈൻ ടു ദി ലോങ്ങർ ലൈൻ. അപ്പോൾ ഇതാണ് ലോങ്ങർ ലൈൻ. അപ്പോൾ ഇത്ര ലെങ്ത് എക്സ്ട്രയാണ് S2K. ഇത് ബാക്കിയുള്ള ദൂരം ഇവർ രണ്ടാളും ഈക്വലാണ്. ഏത് S1Pയും KPയും എന്നുള്ള ദൂരം, ഇത്ര ദൂരം രണ്ടാളുടെ ഈക്വലാണ്. ഇതാണ് എക്സ്ട്രാ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് S2P. S2P എന്ന് പറയുന്ന ആ ലൈൻ ട്രാവൽ ചെയ്യുന്ന എക്സ്ട്രാ ലെങ്ത് S2K ആണ്. അപ്പോൾ ഈ S2Kക്ക് നമ്മൾ പറയുന്ന പേരെന്താ? That X2K is the path difference here. പറയണ മനസ്സിലാവുണ്ടോ? S2K is the path difference. Now, if this path difference is an integral multiple of if this path difference is ഈ പേജസ് ഒന്ന് മിക്സപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് സെൻഡ് ചെയ്തപ്പോൾ അതിലൊരു ഓർഡറിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇഫ് ദിസ് പാത്ത് ഡിഫറൻസ് ഈസ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ലാംഡ, ഈ പാത്ത് ഡിഫറൻസ് ലാംഡയുടെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതായത് വന്നു വീഴുന്ന വേവ്സ് എല്ലാം ഒരേ ഫേസിലാണെങ്കിൽ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഇഫ് ദ പാത്ത് ഡിഫറൻസ് S1P മൈനസ് S2P ഈക്വൽ ടു ഡെൽറ്റ ഇസ് ഈക്വൽ ടു N ലാംഡ ദെൻ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ S2P മൈനസ് S1P നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. നമ്മുടെ രണ്ട് സോഴ്സുകളിൽ നിന്നും നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ ഏത് പോയിൻ്റാണ് വേണ്ടിച്ചാൽ അതുവരെയുള്ള ദൂരം നമ്മൾ മെഷർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ മെഷർ ചെയ്തിട്ട് അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ ഡിഫറൻസ് നമ്മുടെ സോഴ്സിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ, അതായത് നമ്മൾ ആദ്യമേ ഉപയോഗിച്ച് S1 S2 ഒരേ വേവ് ലെങ്ത് ഉള്ള സോഴ്സ് ആയിരിക്കും, അതിനാലേ ഒരേ ഫ്രീക്വൻസി അവർ കൊഹിറൻ്റ് ആവുള്ളൂ. അപ്പോൾ ആ സോഴ്സിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളുകളാണെങ്കിൽ യു വിൽ ഗെറ്റ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ ഇതേ സാധനം ഞാൻ പാത്ത് ഡിഫറൻസിന് പകരം ഫേസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ, ഒരു പാത്ത് ഡിഫറൻസ് ഓഫ് പൈ കറസ്പോണ്ട്സ് ടു എ ഫേസ് ഡിഫറൻസ് ഓഫ് എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പാത്ത് ഡിഫറൻസ് ഓഫ് പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ കറസ്പോണ്ട്സ് ടു എ ഫേസ് ഡിഫറൻസ് ഓഫ് 2π. ലാംഡ പാത്ത് ഡിഫറൻസ് ആണ് ഫേസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്, ഫേസ് ഡിഫറൻസ് ഓഫ് 2π. സോ ഇഫ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ് റീച്ചിങ്, ഇത് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ് റീച്ചിങ് P is an integral multiple of ലാംഡ ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇതേ സംഗതി ഞാൻ ഫേസ് ഡിഫറൻസിൻ്റെ ടേംസിൽ പറയുകയാണ്. ഇഫ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ് റീച്ചിങ് P is an integral multiple of 2π then constructive interference take place. Or phase difference equal to 2πn, integral multiple of 2π അല്ലേ? അങ്ങനെയാണെങ്കിൽ you will get constructive interference. ഇനി ഇതുപോലെ നമുക്ക് കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പറയാം. ദാറ്റ് ഈസ് ഇഫ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വേവ്സ് ഇസ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് λ/2. അതായത് ഒരു വേവ് ഇങ്ങനെ വീഴും, മറ്റേ വേവ് കുറച്ചും കൂടി ഇങ്ങനെ, അതായത് അവർ ഔട്ട് ഓഫ് ഫേസ് ആയിട്ടാണ് വീഴണത്. പറയുന്നത് മനസ്സിലാവും. ഒന്നിൻ്റെ ട്രഫ് മറ്റേതിൻ്റെ ക്രസ്റ്റിൻ്റെ മുകളിൽ വീഴുന്ന രീതിയിൽ ആണെങ്കിൽ, അപ്പോൾ അതാണ് പറയുന്നത് ഇഫ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വേവ്സ് റീച്ചിങ് P is an integral multiple of λ/2 then ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ടേക്ക് പ്ലേസ്. അപ്പോൾ ഇതേ സാധനത്തിന് എനിക്ക് ഏതിൻ്റെ ടേംസിൽ പറയാം? ഫേസ് ഡിഫറൻസിൻ്റെ ടേംസിൽ പറയാം. അപ്പം നമുക്ക് അറിയേണ്ട സാധനം എന്താ? പാത്ത് ഡിഫറൻസ് λ/2 ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്രയാവുന്ന ഈ വേവുകൾ തമ്മിലുള്ള സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന വേവ്സ് തമ്മിൽ. അപ്പോൾ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π ആണെന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസ് λ/2 ആകുമ്പോൾ അതിൻ്റെ പകുതി ഫേസ് ഡിഫറൻസ് π ആയിരിക്കും. അപ്പോൾ if the phase difference between the two waves reaching P is an integral multiple of 2n plus 1π, അതായത് ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π ആണെങ്കിൽ, ഈവൺ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് പറ്റും? ഇത് 2nπ സെയിം ആയി മാറും. ദാറ്റ് ഈസ് നമുക്ക് ഈവൺ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നടക്കുക അവിടെ. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് നടക്കണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് മസ്റ്റ് ബി ആൻ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π. അതായത് ഇവിടെ അതേപോലെ ഈവൺ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് പറ്റും? 2n into λ/2. 2 ക്യാൻസലായി n ലാംഡ തന്നെ കിട്ടും. അതായത് ഇതേ കണ്ടീഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ് റീച്ചിങ് ദി പോയിന്റ് P മസ്റ്റ് ബി ആൻ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് λ/2.
ഓർ മനസ്സിലാവുണ്ടോ? ഇതിൽ ഒരു തെറ്റുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ആൻ ഓഡ് ഇൻ്റഗ്രൽ എന്ന് എഴുതണം. വെറും ഇൻ്റഗ്രൽ അല്ല, ഇറ്റ് മസ്റ്റ് ബി ആൻ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് λ/2. അതേപോലെ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വേവ്സ് റീച്ചിങ് പി മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2n + 1π. അവിടെ 2n + 1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് പറയണം? ഇറ്റ് മസ്റ്റ് ബി ആൻ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π എന്ന് പറയണം. അങ്ങനെ ഈ രണ്ട് കേസും സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വിൽ ടേക്ക് പ്ലേസ്. പറയണ മനസ്സിലായോ? ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓക്കെ.